ഗസയിൽ ഇസ്രായേൽ ക്രൂരതയിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 106 ഫലസ്തീനികളാണ്. ഗസയിൽ കരയാക്രമണത്തിന്റെ സുപ്രധാന ഘട്ടം ആരംഭിച്ചെന്ന മുന്നറിയിപ്പോടെ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ്. 3000-ഓളം ഹമാസ് പോരാളികൾ ഗസ നഗരത്തിലുണ്ടെന്ന വാദമുയർത്തിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യാപക സിവിലിയൻ കുരുതി. ആകാശം, കടൽ, കരമാർഗം ഗസ നഗരം വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടതോടെ പതിനായിരങ്ങളാണ് പലായനം ചെയ്യുന്നത്. പലയിടങ്ങളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു. 2 വർഷത്തെ യുദ്ധത്തിലെ ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണ് ഫലസ്തീനികൾക്ക് നേരെ നടക്കുന്നത്. ഗസയിലെ കൊടും ക്രൂരതകൾക്ക് അമേരിക്ക ഇസ്രായേലിന് തുറന്ന പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്കകം ഹമാസ് പാഠം പഠിപ്പിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ഇസ്രായേലിന്റെ പുതിയ ഗസ ആക്രമണത്തിന്റെ ഫലം എന്തെന്ന് ഉറ്റുനോക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് തന്നെ വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചതായി നെതന്യാഹു പറഞ്ഞു. ട്രംപ് 2ാം തവണ അധികാരത്തിൽ വന്ന ശേഷം ഇത് 4ാം തവണയാണ് നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രേരണയോടെ ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്നലെയാണ് പുറത്തുവന്നത്. അന്തർദേശീയ സമൂഹം ഇസ്രായേലിനെ പിടിച്ചുകെട്ടാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് UN നിർദ്ദേശിച്ചു. എന്നാൽ UN അന്വേഷണ റിപ്പോർട്ട് തള്ളുന്നതായി ഇസ്രായേൽ പറഞ്ഞു. ജെറുസലേമിൽ ബന്ദികളുടെ ബന്ധുക്കൾ നെതന്യാഹുവിനെതിരെ വൻ റാലിയാണ് നടത്തിയത്. അതിനിടെ ഗസയ്ക്ക് പിന്നാലെ യമനും ചോരക്കളമാക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ട് ഇസ്രായേൽ രംഗത്തെത്തി. യമനിലെ ഹുദൈദ തുറമുഖത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇതിന് മറുപടിയെന്നോണം ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ ഹൂതികൾ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു. ഗസയിൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ലോകത്ത് ഇസ്രായേൽ ഒറ്റപ്പെടാൻ നേരിടുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വരും വർഷങ്ങളിൽ ഏറ്റവും സ്വാശ്രയത്വം നേടേണ്ടി വരുമെന്നും നെതന്യാഹു തിങ്കളാഴ്ച പറഞ്ഞതായി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക ഉൾപ്പെടെയുള്ള നടപടിയെടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിൻ്റെ പ്രസ്താവന. ഇസ്രായേൽ ഒരുതരം ഒറ്റപ്പെടലിലാണ്. ജെറുസലേമിൽ നടന്ന ധനകാര്യ മന്ത്രാലയത്തിലെ അക്കൗണ്ട്സ് ജനറലിന്റെ സമ്മേളനത്തിൽ നെതന്യാഹു പറഞ്ഞു. ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്നടക്കം രൂക്ഷ വിമർശനം നേരിടുന്നതിനിടയിലാണ് നെതന്യാഹുവിൻ്റെ തുറന്നു പറച്ചിൽ. വിദേശ വ്യാപാരത്തെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായൊരു സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കണമെന്ന നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ ഒറ്റപ്പെട്ടെന്ന നെതന്യാഹുവിൻ്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യെയർ ലാപിഡ് രംഗത്തെത്തി. നെതന്യാഹുവിൻ്റെ പ്രസ്താവന യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്നാണ് ലാപിഡ് പറഞ്ഞത്. നെതന്യാഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെയും തെറ്റായ നയങ്ങളുടെ ഫലമായാണ് ഇസ്രായേൽ ഒറ്റപ്പെട്ടതെന്നും ലാപിഡ് കുറ്റപ്പെടുത്തി. ഇസ്രായേലിനെ ഒരു 3ാം ലോക രാജ്യമാക്കി മാറ്റാനാണ് നെതന്യാഹു ശ്രമിക്കുന്നതെന്നും ലാപിഡ് ആരോപിച്ചു. ഏതായാലും ഇസ്രായേലിലെ പരിസര പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ വ്യത്യസ്ത സംഘങ്ങൾ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഫലസ്തീന് പിന്നാലെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കം ലോകം ഒന്നടങ്കം ഒറ്റക്കെട്ടായി തകർത്ത് കളയുമെന്നുള്ള പ്രതീക്ഷയിലാണ് സമാധാന അന്തരീക്ഷ നിരീക്ഷകർ.